അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ബീഡ് വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് ഒരു ബീഡ് ഇട്ടിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. 2 ടൈപ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബീഡ്സ് കൂടുതൽ എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഒരു നീഡിൽ നമുക്ക് എത്ര ബീഡ്സ് വേണോ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ആ ഒരു നീഡിലേക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ബീഡ്സ് ഇട്ടതിന് ശേഷം ആ ഒരു ബീഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ അത് ഇറക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ആ ഒരു ലൈനിൻ്റെ തൊട്ടടുത്ത ലൈൻ മീൻസ് ബീഡിൻ്റെ തൊട്ടടുത്ത് കുത്തിയെടുക്കുക. എന്നിട്ട് 2-3 ബീഡിൻ്റെ, അതായത് ബാക്കിൽ നിന്നാണ് കേട്ടോ, 2-3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അത് ആ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആ ബീഡ് കോർത്ത് താഴേക്ക് കുത്തിയെടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് കുത്തിയെടുക്കുമ്പം അത് കണ്ടിന്യൂഷനായിട്ട് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. കുറച്ച് ബീഡ് നമ്മൾ ഈ ഒരു ത്രെഡിൽ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ആ ഒരു ബീഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ, നമ്മൾ എത്ര ലെങ്ത്തിലാണോ ബീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ലെങ്ത്തിൽ ഇതുപോലെ എടുത്ത് താഴേക്ക് കുത്തിയിറക്കുക. എന്നിട്ട് ഇതുപോലെ ബീഡിൻ്റെ തൊട്ടടുത്തുനിന്ന് കുത്തിയെടുക്കുക. എടുത്തതിന് ശേഷം ഒരു 3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ, 3 ബീഡിൻ്റെ അപ്പുറമാണ് നമ്മൾ നീഡിൽ കുത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു 3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ത്രെഡിനെ കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ബീഡും ഇപ്പോൾ രണ്ടാമത് ചെയ്ത ബീഡും കൂടെ ഒരു കണ്ടിന്യൂഷനായിട്ട് വന്നില്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു ബീഡ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഇത്രയും കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്, അതെങ്കിലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ബീഡ് വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയോ? അത് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഞാൻ പറയുന്നതൊന്നുമല്ല, ഞാൻ വെറുതെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരില്ല. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് തരുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഓരോ വീഡിയോസും കാണുന്നവർ തരുന്ന വർക്ക് അതുപോലെ അന്ന് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാനിതിൽ കൊടുക്കാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങൾ ചെയ്ത വർക്കുകൾ സെൻഡ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഈ ഒരു ലൈന് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് വീഡിയോസ് സെൻഡ് ചെയ്തിരുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിലുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർ ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ ഓരോ സ്റ്റിച്ചും ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് അയച്ചു തരുന്നുണ്ട്, പിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും എല്ലാവരും മീൻസ് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ബീഡിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് വലിയ ബീഡൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയേ. നമ്മുടെ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ 3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ട് എന്ത് ചെയ്യാം, താഴേക്ക് നീഡിൽ ഇറക്കി കൊടുത്ത് അവിടെ കെട്ടിട്ട് കൊടുക്കാം. നന്നായി പ്രാക്ടീസ് കാണിച്ചു തരുന്ന വർക്കുകളൊക്കെ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാട്ടോ. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളേ. ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ. ഒരു പ്രാവശ്യം കെട്ടിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട. 2 പ്രാവശ്യം കെട്ടിട്ട് ത്രെഡ് കുറച്ച് നീക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു മെത്തേഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലും ഫസ്റ്റ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 9 ആണ്. നമുക്ക് 12 സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ ബീഡൊക്കെ കോർക്കാൻ, എല്ലാ തരം ബീഡും കോർക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ 12 സൈസായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നീഡിലിൽ എന്ത് ചെയ്യുക, കുറച്ച് ബീഡ്സ് കൂടുതൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ കുറേ മുന്നേ നമ്മളൊരു ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, കൗച്ചിങ് സ്റ്റിച്ച് ഇല്ലേ. അത് കണ്ടവർക്ക് മനസ്സിലാവും, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആ കൗച്ചിങ് സ്റ്റിച്ച്. അപ്പോൾ ആ ഒരു കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ബീഡ് കുറച്ച് കൂടുതൽ കോർത്തെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഓരോ ബീഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു ബീഡിൻ്റെ മുകളിൽ നിന്ന് കുത്തിയെടുത്തിട്ട് തൊട്ട് താഴെയായിട്ട് കുത്തിയിറക്കുക. അതല്ലെങ്കിൽ ഒരു 2 ബീഡ് 3 ബീഡ് ഇപ്പുറമായിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ ആ ഒരു കുത്തിയെടുക്കുമ്പം ബീഡൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെരിഞ്ഞ പോലെ വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ആ ഒരു മെത്തേഡായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് വരും. ഇതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ആ ഒരു കൗച്ചിങ് സ്റ്റിച്ച് പോലെ കൊടുക്കുന്നതിൽ. അപ്പോൾ ആ ബീഡിന് ചെറിയ എന്താ പറയുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം ഇതേപോലെ വീണ്ടും 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. ലാസ്റ്റ് കണ്ടോ, കോർത്തെടുത്തതിന് ശേഷം വീണ്ടും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് കേട്ടോ. 4-5 ബീഡ് ഇട്ടിട്ട് കൊടുക്കുന്നതല്ല, കുറച്ച് കൂടുതൽ ബീഡ് ഇട്ട് കൊടുക്കുമ്പം ഇത് നോക്കാം, അങ്ങനെ ഒന്ന് എന്താ പറയുക, ആ ഒരു ആ ഒരു ബീഡ് കണ്ടില്ലേ ഷെയ്ക്ക് ആവുന്നത് കണ്ടില്ലേ, ഇതേപോലെ ലൂസായിട്ട് കിടക്കും കൂടുതലൊക്കെ ഉണ്ടാവുമ്പം. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡിൻ്റെയും അടുത്തേക്കൂടെ ഒന്ന് കൗച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ബീഡിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് തൊട്ട് താഴേക്കായിട്ട് ആ ഒരു ബീഡിനെ കെട്ടിട്ട് നിർത്തുക, ലോക്ക് ചെയ്ത് നിർത്തുക, കെട്ടിടല്ല ലോക്ക് ചെയ്തിട്ട് നിർത്താൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു 3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു മെത്തേഡ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, കോർത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് കോർത്തെടുക്കുന്നത്. ഒരു 3 ബീഡായാലും കുഴപ്പമില്ല, 2 ബീഡായാലും കുഴപ്പമില്ല. നമുക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.